ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോല് വിക്രമും വേദയും അടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വിക്രം എന്തിനാണ് വരുണിനെ തല്ലിച്ചതച്ചതെന്ന് അറിയാനായിട്ട് ആ രഹസ്യവും അന്വേഷിച്ച് നടക്കാണ് വേദ. അത് അറിയാനായിട്ട് ആദ്യം ശങ്കരനാരായണന്റെ അടുത്താ ചെല്ലുന്നത്. എന്തിനാ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ദർശനം വിട്ടതെന്നും വിക്രം ചെയ്തത് പിന്നിലുള്ള രഹസ്യം എന്താണെന്നും ഡയറക്റ്റായി ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങേരൊന്നും പറയുന്നില്ല. അങ്ങനെ വേദ ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കണേ. അങ്ങനെ ഇവർ ഇറങ്ങി പോകുന്ന സമയത്ത് വേദ ജീനയുടെ ഓട്ടോയിലാണല്ലോ പോകുന്നത്. ഒരു സ്ഥലത്തെത്തുമ്പോ വാസവൻ അയാളുടെ ഗുണ്ടകളെ ഒരു സ്ഥലത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, അഭിഷേകും കൂട്ടരും തന്നെ. അങ്ങനെ അവര് വേദയെ ജീനയുടെ ഓട്ടോന്ന് ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പോവാണ്. ഇത് ജീന തടയുന്നുണ്ടെങ്കിലും ജീനയെ പിടിച്ചു മാറ്റും. ജീനയെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നത് മാത്രമേ വേദ കാണുന്നുള്ളൂ. അങ്ങനെ വേദയെ ആ വാനിലിട്ട് അവർ കൊണ്ടുപോവാണ്. ഇതേസമയം ആ ഗുണ്ടകളെ ജീനയെ തള്ളിയിട്ടിട്ടുണ്ട്. ജീന റോഡ് സൈഡിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരു ലോറിയുടെ മുന്നിലേക്കാ ചെന്ന് പോകുന്നത്. അതിലെ ആ ലോറി ഇടിച്ച് ജീന തെറിച്ച് ഒരു കല്ലിലേക്ക് വീഴാണ്. തലയിടിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്പോട്ടില് ജീനയ്ക്ക് മരണം സംഭവിക്കുകയാണേ. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ആള് മരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അവിടെ ജീനയുടെ വീട്ടിലേക്കാണ് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. ഈ വിവരം വിക്രമിന് വല്ലാണ്ട് തളർത്തുന്നുണ്ട്. ഫ്രണ്ട്സിന് എല്ലാവർക്കും അപകടം വിക്രം കാരണം വരികയാണെന്നൊരു തോന്നല് വിക്രമിന്റെ ഉള്ളിൽ വരികയാണ്. ഇതെല്ലാം ചെയ്ത വാസവനോട് വിക്രമിന്റെ ദേഷ്യം ഇരട്ടിയാവാണ്. ആദ്യം മകനോടാണെങ്കിൽ ഇപ്പൊ അച്ഛനോടായി. അങ്ങനെ വിക്രം ചെല്ലുമ്പോ ജീനയുടെ ആ ഒരു കിടത്തം വിക്രമിനെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വിവരറിനെ രാധയും തളർന്ന് ഞെട്ടിയിട്ടുണ്ട്. പിന്നീട് വേദയെ കാണാനില്ലാത്ത വിവരം വിക്രം അറിയുന്നത് ഒരുപക്ഷെ വാസവൻ തന്നെ വിക്രമിനെ വിളിച്ച് ഭാര്യയെ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കാം ആരും അറിയാത്ത സ്ഥലത്തേക്ക് വേദയെ കൊണ്ടുപോയ ആ സ്ഥലം വിക്രം എത്തിപ്പെടുന്നത്. വിക്രം എന്തിനാണത് ചെയ്തതെന്ന് നിനക്കറിയണം അല്ലേ എന്ന് പറഞ്ഞ് വേദയെ അവര് ഉപദ്രവിക്കുന്നൊന്നും ഇല്ലെങ്കിലും കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. നിനക്ക് അതെന്തിനാ ചെയ്തതെന്ന് ഞങ്ങളിപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അഭിഷേകും ഗുണ്ടകളും കൂടെ വേദയുടെ ദേഹത്തെ കൈവയ്ക്കാൻ പോകുമ്പോഴേക്കും ഒരു മരക്കഷ്ണം അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. വിക്രം ഇതെല്ലാം കേട്ട് ഇവര് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു മരക്കഷ്ണം വന്ന് വീഴുമ്പോ എല്ലാവരും ഞെട്ടിപ്പോകും. നോക്കുമ്പോ വിക്രം ഉണ്ടാവും അവിടെ സ്റ്റൈലായിരിക്കുന്നേ. നിനക്ക് വേണ്ടിയാടാ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഇവക്ക് നീ എന്തിനാ വരുണ്ണ തല്ലിയതെന്ന് അറിയണം, എന്നാ പിന്നെ അതങ്ങ് കാണിച്ചു കൊടുക്കാന്ന് കരുതി. ഇതും കൂടെ കേൾക്കുമ്പോ വിക്രമിന്റെ ദേഷ്യം ഇരട്ടിയാവാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോ നീ എന്തിനാടാ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുത്തൻ തല്ലാൻ പോകും. അയാൾക്ക് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. വിക്രമിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടി തെറിച്ച് വീഴാണ്. എങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും വിക്രമിനെ തല്ലാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും വിക്രം എല്ലാവരെയും തല്ലി ഒതുക്കാണ്. വിക്രം അവിടെ വന്ന സമാധാനത്തിലാ വേദയെ വായിലൊക്കെ ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട്, വേദ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിക്രം ഈ തല്ലിന്റെ ഇടയിലൂടെ വേദയുടെ കയ്യിലെയും കാലിലെയും ആ കയറൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ വായിലെ കയറൊക്കെ വേദ തന്നെ അഴിക്കും. ശേഷം ഇവരെല്ലാം തല്ലിയിട്ടിട്ട് വിക്രം വേദയെ കൊണ്ട് അവിടുന്ന് ഓടി പോവാണ്. ആ ഡോറ് കാട്ടിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു തൂക്കുപാലത്തിലൂടെയൊക്കെ കയറി ഓടി ഒരു കാട്ടിലെത്തിയിരിക്കണേ. ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വേദ വിക്രമിനോടൊപ്പം പോവാ. അങ്ങനെ ഒരു കാട്ടിലെത്തിക്കഴിഞ്ഞാല് അവരവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യും. ഈ സമയത്തായിരിക്കും വിക്രമിന്റെ കൈ മുറിഞ്ഞത് വേദ കാണുന്നത്. ഗുണ്ടകളുമായിട്ട് തല്ലുണ്ടാക്കിയതല്ലേ, അപ്പോ കൈ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദ ആ കൈയൊക്കെ പിടിച്ച് അവിടെ വെള്ളം വെച്ച് ആ കഴുകി കൊടുക്കും. ശേഷം ഡ്രസ്സ് കീറിയിട്ട് ആ കഷ്ണം കൊണ്ട് വിക്രത്തിന്റെ കൈ ഇങ്ങനെ കെട്ടിക്കൊടുക്കാണ്. അങ്ങനെ അവരവിടെ ഒരുപാട് സമയം നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഡ്രസ്സൊക്കെ, അതായത് ഷർട്ടൂരി ഇങ്ങനെ മുണ്ടുപോലെ ഉടുക്കാണ്. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. വേദയോടും ഒന്ന് ഫ്രഷ് ആയിക്കോളാൻ പറഞ്ഞ അവിടെ നിന്ന് മാറി നിൽക്കുക. ശേഷം വേദയുടെ കാലിനെന്തോ പറ്റുന്നുണ്ട്. അതിന് കാലുവേദനയോ മറ്റോ വരുമ്പോ നടക്കാൻ വയ്യാന്ന് പറയുമ്പോ വിക്രം വേദയെ കോരിയെടുത്ത് നടന്നുകൊണ്ട് പോവാണ്. വേദയ്ക്കാണെങ്കിൽ വിക്രമിന് കൂടുതൽ അടുക്കാൻ കിട്ടിയ ഒരു അവസരം വേദ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാട്ടിൽ നിന്നും പുറം ലോകത്തേക്ക് പോകാതിരുന്നെങ്കിലെന്ന്. എങ്കിലും അവർക്ക് പുറത്തേക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ വഴി അന്വേഷിച്ച് അവർ അതിലൂടെയൊക്കെ നടക്കുന്ന നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളാണ്. അവരുടെ പ്രണയവും ഉണ്ട്. ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നാളത്തെ എപ്പിസോഡ് വേഗം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്